കർണാടക നഞ്ചൻകോട് KSRTC ബസ്സിന് തീപിടിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുന്ന ബസ്സിനാണ് തീപിടിച്ചിരിക്കുന്നത്. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു, ആളപായമില്ല. ബസ് നോക്കൂ, കത്തി മൊത്തം അതിൻ്റെ സ്കെൽട്ടൺ മാത്രമായി തീർന്നിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സാണ് നഞ്ചൻകോട് വെച്ച് തീപിടിച്ചത്. അത് പൂർണ്ണമായിട്ടും ബസ് കത്തി നശിച്ചു. ആർക്കും ആളപായമൊന്നുമില്ല. ദീപക്കുണ്ട്. ദീപക്ക്, ബംഗളൂരു കോഴിക്കോട് ബസ്സായിരുന്നു. യാത്രക്കാരുമായി വരുന്നതിനിടയിലാണോ നഞ്ചൻകോട്ട് വെച്ച് ഈ ബസ്സിന് തീപിടിക്കുന്നത്? അരുൺകുമാർ, ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന KSRTC ബസ്സാണ് ഈ നഞ്ചൻകോട് എന്ന് പറയുന്നത്. കേരള കർണാടക ഗുണ്ടൽപേട്ടിന് അടുത്തുള്ള, മൈസൂരിനൊക്കെ അടുത്തുള്ള ഒരു നഗരമാണ്. ഇവിടെ വെച്ചാണ് ഈ ബസ് ഇന്ന് പുലർച്ചയോടുകൂടി തീപിടുത്തം ഉണ്ടാകുന്നത്. മറ്റ് യാത്രക്കാർ, അതായത് റോഡിലൂടെ പോയ മറ്റ് യാത്രക്കാരാണ് ഇത്തരത്തിൽ വാഹനത്തിൽ തീപിടിച്ചത് ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് ഡ്രൈവറെ അത് അറിയിക്കുകയും ചെയ്തു. ഉടൻ തന്നെ വാഹനത്തിലുണ്ടായിരുന്ന, ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ ബസ്സിൽ നിന്ന് ഇറങ്ങി കൊടുത്ത ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നീട് നിമിഷ നേരം കൊണ്ട് തന്നെ ആ ബസ് നിന്ന് കത്തുകയായിരുന്നു. ഈ ബസ്സിനകത്തുണ്ടായിരുന്ന നിരവധി യാത്രക്കാർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അവരൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക്, ഡ്രൈവർ അടക്കം ഉള്ള ആളുകൾ പുറത്തേക്ക് മാറി. ഈ സമയം ബസ് പെട്ടെന്ന് തന്നെ തീപിടിക്കുകയായിരുന്നു. ഏകദേശം നിമിഷങ്ങൾ കൊണ്ട് തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, വാഹനം നിന്ന് മുഴുവനായി കത്തി അമർന്നു. 2 മണിക്കൂറോളം തന്നെ ആ മേഖലയിൽ യാത്രക്കാർ മറ്റു വാഹനങ്ങൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവർക്ക് ബസ്സുകൾ ലഭിച്ചില്ല എന്നാണ് ആ വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ പറയുന്നത്. അതായത് ഈ കേരളത്തിലേക്ക് തന്നെ നിരവധി KSRTC ബസ്സുകൾ അതിലൂടെ പാസ് ചെയ്തു പോയിരുന്നു ഈ നഞ്ചൻകോട് വഴി. ആ സമയത്തൊക്കെ തന്നെ യാത്രക്കാർ ഈ കത്തിയ ബസ്സിന് സമീപത്ത് നിന്ന് KSRTC ബസ്സിന് കൈ കാണിച്ചെങ്കിലും നിർത്തിയില്ല എന്നൊരു ആരോപണം യാത്രക്കാർ പറയുന്നുണ്ട്. നിരവധി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ. ശരി, നഞ്ചൻകോട് വെച്ചാണ് KSRTC ബസ്സിന് തീപിടിച്ചിരിക്കുന്നത്. ആളപായമൊന്നും തന്നെയില്ല. ബസ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചു.